പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ഒന്നൊന്നായി തകർത്തെറിഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്നാണ് വ്യോമസേന തന്നെ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ F-16 വിമാനത്തെ ഇന്ത്യയുടെ S-400 സുദർശന ചക്ര എന്ന പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് സുദർശന ചക്രം പ്രവർത്തിക്കുന്നത്? അധർമ്മത്തിനെതിരെ വരുന്ന ഓരോ ശക്തിയും ഇല്ലായ്മ ചെയ്യാനുള്ള സുദർശന ചക്ര എന്ന ഏറ്റവും മഹത്തരമായ ആ പേര് തന്നെ S-400 എന്ന പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയത് വെറുതെയല്ല എന്ന് വ്യക്തമാക്കുകയാണ്. അധർമ്മത്തിന്റെ, തിന്മയുടെ, നീചതയുടെ, ദുഷ്പ്രവൃത്തിയുടെ പ്രതിരൂപമായി മാറിയ ഒരു രാജ്യത്തിന് അത് അർഹിക്കുന്ന മറുപടി ഇന്ത്യയുടെ സുദർശന ചക്ര, ഇന്ത്യയുടെ അയൺ ഡോം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സുദർശന ചക്ര നൽകിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി പാകിസ്ഥാന്റെ ഓരോ ശ്രമത്തെയും ആകാശത്ത് അവർ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കാൻ ശ്രമിച്ചോ അതിനെയൊക്കെ തച്ചു തകർത്തുകൊണ്ട് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നു. J-17 വിമാനങ്ങളെ, അത് ചൈന കൊടുത്തതാണ്, ചൈനീസ് സാധനമല്ലേ, എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് പാകിസ്ഥാൻ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും J-17 ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിഞ്ഞ് പി ബസ് എന്ന് പറഞ്ഞ പോലെ അതിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത വ്യോമസൈനികൻ ഒരുപക്ഷെ ഇന്ത്യയുടെ പിടിയിലായിട്ടുണ്ടാകും. അവിടെയും ഇന്ത്യ മര്യാദ കാണിക്കും. പാകിസ്ഥാനെ പോലെയല്ല, ഒരു യുദ്ധരംഗത്ത് ശത്രു സൈന്യത്തിന്റെ സൈനികൻ നമ്മുടെ മുന്നിൽപ്പെട്ടാൽ, അവൻ മരണമടഞ്ഞാൽ അവന് ഉചിതമായ സംസ്കാരം നൽകാൻ മര്യാദ കാട്ടിയിട്ടുള്ളവരാണ് നമ്മൾ. പാകിസ്ഥാൻ പട്ടാളം എന്ത് ചെയ്തു എന്ന് ഇക്കാലം അത്രയും ലോകത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അവരുടെ ഒരാൾ പിടിയിലായാൽ ഇത് ഞങ്ങളുടെ ആളല്ല, അല്ലെങ്കിൽ സൈനികൻ തന്നെ പിടിയിലായാൽ അതേതോ ഭീകരവാദിയാണ്, ഞങ്ങളുടെ സൈന്യത്തിന്റെ ആളല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നവനാണ് പാകിസ്ഥാൻ. അതായത് അവിടുത്തെ ജനതയോടോ അവിടുത്തെ ജവാനോടോ കൂറില്ലാത്ത ഒരു സൈന്യവും കൂറില്ലാത്തൊരു സർക്കാരും ഭരിക്കുന്ന രാജ്യത്തിൽ നിന്ന് നമ്മൾ ഒരു മര്യാദയും പ്രതീക്ഷിക്കേണ്ട. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ തന്നെ ലാഹോറിലടക്കം ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. റാഫേലും സുഖോയും മിക്കും അടക്കമുള്ള ഏറ്റവും മുന്തിയ പോർ വിമാനങ്ങൾ നമുക്ക് സജ്ജമാണ്. അവയൊക്കെ എടുത്തുപയോഗിക്കുക. എന്തുകൊണ്ടാണ് റഫാൽ ഇങ്ങോട്ട് വൈക്ക് വന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ആഡംബരപൂർവ്വം, ഗാംഭീര്യപൂർവ്വം ആകാശത്ത് നിന്ന് ഫ്രാൻസിലൂടെ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയ വിമാനങ്ങളെ നമ്മൾ കണ്ടതാണ്. ആ വിമാനങ്ങൾ വീണ്ടും ആകാശത്തേക്ക് ഉയരും. അത് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാനാണെങ്കിൽ അതിന് തന്നെ ആ വിമാനങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ഏറ്റവും മികച്ച സംവിധാനങ്ങളോടുകൂടി നമ്മൾ പാകിസ്ഥാനെ എതിരിടുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധത്തെ അതിജീവിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നാണ് അർജുൻ പീതാവൻ നമുക്കൊപ്പം ഉണ്ട്. അർജുൻ, പാകിസ്ഥാൻ സ്ഥിരീകരിച്ചതും പാക് സൈന്യം സ്ഥിരീകരിച്ചുമൊക്കെ നമ്മൾ കണ്ടതാണ്. 2 നമ്പറല്ല, ഞങ്ങളുടെ 2 വിമാനങ്ങൾ തകർന്നു, F-16 തകർന്നുവെന്ന് അവർ ജന്മം ചെയ്താൽ സമ്മതിക്കില്ല എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ഇന്ത്യയുടെ തിരിച്ചടി തുടങ്ങുന്നത്? പാകിസ്ഥാൻ എന്തൊക്കെ ഈ തിരിച്ചടിയിൽ തന്നെ തോൽവിയായി സമ്മതിക്കുന്നു? നമുക്ക് ഈ J-17 നിന്ന് തുടങ്ങാം. 2 J-17 പാകിസ്ഥാന് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒരു F-16 പാകിസ്ഥാന് നഷ്ടപ്പെട്ടിരിക്കുന്നു. 100-ൽ പരം ഡ്രോണുകളും ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് അനുമാനിക്കാം. അതിൽ തന്നെ 50-ൽ പരം ജമ്മുവിലാണ്. അതിൽ കൂടുതൽ ഈ പത്താൻകോട്ട്, ഉദ്ധംപൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ, ജയ്സാൽമീർ അടക്കമുള്ള മേഖലകൾ, ജലന്ധർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. അതെല്ലാം ഇന്ത്യ തകർത്തിട്ടു. അങ്ങനെയാണെങ്കിൽ 100-ൽ പരം ഡ്രോൺ പാകിസ്ഥാന് നഷ്ടമായി, 2 J-17 നഷ്ടമായി, ഒരു F-16 നഷ്ടമായി. ഒപ്പം തന്നെ കനത്ത ആൾനാശവും ഉണ്ട് എന്നുള്ള കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സിയാൽകോട്ടും ലാഹോറും ഇന്ത്യ ലക്ഷ്യം വിട്ട് ഡ്രോൺ ആക്രമണം നടത്തി. അവിടെയും ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. മറിച്ച് ഇവിടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരിച്ച ഒരു സന്ദേശം എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഭാഗത്ത് നാശനഷ്ടമില്ല. ഞാൻ ആ സന്ദേശം വേണമെങ്കിൽ ഒന്ന് വായിക്കാം. മിലിറ്ററി സ്റ്റേഷൻസ് ഓഫ് ജമ്മു, പത്താൻകോട്ട് ആൻഡ് ഉദ്ധംപൂർ ഇൻ പ്രോക്സിമിറ്റി ടു ദ ഇന്റർനാഷണൽ ബൗണ്ടറി ഇൻ J&K ടാർഗറ്റഡ് ബൈ പാകിസ്ഥാൻ യൂസിംഗ് മിസൈൽസ് ആൻഡ് ഡ്രോൺസ്. നോ ലോസസ്. Threat neutralized by Indian armed forces as per SOP with kinetic and non-kinetic means. India statement. അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള നാശനഷ്ടമോ ആൾനാശമോ ഉണ്ടായിട്ടില്ല. മറിച്ച് പ്രകോപനവുമായി വന്ന എല്ലാ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യ അടിച്ചിട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു F-16 വിമാനത്തെ നമ്മുടെ സുദർശൻ ചക്ര S-400 ആണ് അടിച്ചിട്ടത്. 2 പോർ വിമാനങ്ങൾ, നമ്മുടെ 2 പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റെ 2 പോർ വിമാനങ്ങളെ അടിച്ചിട്ടു. അതിലെ ഈ പറഞ്ഞ പോലെ ബസന്ത് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു പൈലറ്റിനെ സംബന്ധിച്ച് വിവരം കൃത്യമായിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആശങ്കയുണ്ടാകുന്ന ഒരു വാർത്ത കൂടി പങ്കുവെക്കാനുണ്ട്. അതായത് വെസ്റ്റേൺ ഫ്രണ്ടിൽ, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും രാജസ്ഥാൻ്റെയും മേഖലകളിൽ പുതിയതായിട്ടുള്ള ഡ്രോണുകൾ കടന്നു വരുന്നു. അത് ഹോസ്റ്റൈൽ ഡ്രോൺസ് ആണ്. അതായത് ശത്രുവിൻ്റെ ഡ്രോണുകൾ ഇപ്പോഴും ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ അല്പം മുൻപ് പറഞ്ഞ ജയ്സാൽമീറിലും ജലന്ധറിലും, ഏറ്റവും പുതുതായി ജലന്ധറിലും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതും പക്ഷേ ഇന്ത്യ
തിരിച്ചടിച്ച് തകർത്തിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുന്നത്. ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഇന്ത്യ അല്പസമയത്തിനകം തന്നെ എന്തായാലും പുറത്തുവിടുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നാശനഷ്ടമോ ആൾനാശമോ ഉണ്ടായിട്ടില്ല. പലയിടങ്ങളിലും ഈ എക്സ്പ്ലോഷൻസ്, വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ഈ ഡ്രോണുകൾ അടിച്ചിടുമ്പോൾ അത് താഴെ വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മാത്രമാണ് എന്ന് ഈ ഒരു ഘട്ടത്തിൽ സൈനിക വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ശരിയാണ്. എന്തായാലും പാകിസ്ഥാന്റെ ഓരോ ശ്രമങ്ങളെയും നമ്മൾ കൃത്യമായി പ്രതിരോധിച്ചിരിക്കുന്നു. അതിനുള്ള മറുപടി തന്നെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ്